മെനോപോസ് അഥവാ ആർത്തവ വിരാമം. സ്ത്രീകൾ ഡയറക്റ്റായും പുരുഷന്മാരടക്കം ചുറ്റുമുള്ളവർ ഇൻഡയറക്റ്റായും ഇത് ഫേസ് ചെയ്തേ പറ്റൂ. അതിന് ശരീരത്തെ പ്രിപ്പയർ ചെയ്യാനുള്ള വർക്കൗട്ടുകൾ മെനോപോസിന് മുമ്പ് തന്നെ തുടങ്ങണം. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല. ടെൻഷൻ ആവേണ്ട, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരാം. വീഡിയോ സേവ് ചെയ്തിട്ട് 40 വയസ്സിന് മുകളിലുള്ള ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ മെനോപോസ് സംഭവിക്കുന്നത് പൊതുവെ 45 വയസ്സിന് ശേഷമാണെങ്കിലും 40കളിൽ തുടങ്ങുന്ന പെരി മെനോപോസ് ആണ് ഇതിലെ ആദ്യത്തെ സ്റ്റേജ്. ഈ സമയത്താണ് മെനോപോസുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസ്ട്രജൻ കുറയുന്നതോടെ മസിലിന്റെ ആരോഗ്യത്തെ ബാധിക്കും. മെറ്റബോളിസം കുറയും. ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിലാണെങ്കിൽ പോലും വയറിന്റെ ചുറ്റിലും ഫാറ്റ്, അതും ഡേഞ്ചറസ് ആയ വിസറൽ ഫാറ്റ് കൂടും. എല്ലുകളുടെ ഡെൻസിറ്റി കുറയും. ഇത് എല്ല് തേയ്മാനത്തിനും എല്ലുകൾ പൊട്ടാനും കാരണമാവും. കൊളാജൻ കുറയുന്നത് കൊണ്ട് ജോയിന്റ് പെയിൻ വരും. ശരീരത്തിന് പെട്ടെന്നുള്ള ചൂട് അനുഭവപ്പെടുന്ന ഹോട്ട് ഫ്ലാഷസ്, ഉറക്കം വരാൻ ബുദ്ധിമുട്ട്, പെട്ടെന്ന് ദേഷ്യം വരൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ, ഇങ്ങനെ ഡിപ്രഷനിലേക്ക് വരെ എത്താം. ഇതിനൊക്കെ പുറമെ പെൽവിക് ഫ്ലോർ മസിലുകളും ലിഗമെന്റുകളും വീക്കായിട്ട് യൂട്രസും മൂത്രസഞ്ചിയും താഴേക്ക് ഇറങ്ങുന്നത്, ചുമയ്ക്കുമ്പോഴും മറ്റും മൂത്രം ലീക്കാവുന്നത്, ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ് ഈ മെനോപോസിന്റെ കൂടെ വരുന്നത്. കേട്ടിട്ട് തന്നെ ടെൻഷനായോ? എന്നാലേ ഒരു കാര്യം പറയട്ടെ, ഇതും ഇതിലപ്പുറവും സഹിച്ചാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മളെ അത്രയ്ക്ക് കെയർ ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഇവരെ ഈ അവസ്ഥയിലൂടെ കടന്നു പോവാൻ വിട്ടുകൊടുക്കാമോ? ഒരിക്കലും ചെയ്യരുത്. അതിനുള്ള പ്രധാന പ്രതിരോധം വർക്കൗട്ടുകളാണ്. 100 കണക്കിന് വർക്കൗട്ട് മെത്തേഡ്സ് ഉണ്ടെങ്കിലും മെനോപോസുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ് പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ 2 വർക്കൗട്ട് രീതികൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. കാർഡിയോയും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും. വളരെ സിമ്പിളായ, ആർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണിത്. 10-20 മിനിറ്റ് നടന്നു തുടങ്ങുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാർഡിയോ. അടുത്തത് മസിലുകളെ ശക്തിപ്പെടുത്തുന്ന റെസിസ്റ്റൻസ് വർക്കൗട്ടുകളാണ്. ശരീരഭാരം മാത്രം ഉപയോഗിച്ച് പുഷപ്പ്, സ്ക്വാട്ട്, ലഞ്ചസ്, ഇങ്ങനെ ഒരുപാട് റെസിസ്റ്റൻസ് വർക്കൗട്ടുകൾ ചെയ്തു തുടങ്ങാം. ഇതിനോടൊപ്പം കേഗൽ വർക്കൗട്ടുകൾ കൂടെ ചെയ്ത് പെൽവിക് ഫ്ലോർ മസിലുകളെ സ്ട്രോങ് ആക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മെനോപോസ് ഉണ്ടല്ലോ, സംഗതി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് ഒന്നിൻ്റെയും ഒരവസാനമല്ല, മറിച്ച് നമ്മുടെ ലൈഫിൻ്റെയും ഹെൽത്തിയായ സ്ട്രോങ് ആയ ഒരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കമാണ്. കറക്റ്റായ വർക്കൗട്ടും ഒപ്പം ഹെൽത്തി ഫുഡ് ഹാബിറ്റും ഉണ്ടെങ്കിൽ ഈ ഘട്ടം സ്മൂത്തായി നമുക്ക് കടന്നു പോവാം. ഒറ്റയ്ക്കല്ല, ഫുൾ സപ്പോർട്ടുമായി ഞാൻ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ടും സഫർ ചെയ്തിട്ടും അതൊന്നും ആരെയും അറിയിക്കാതെ പുറമേക്ക് ചിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവനവൻ്റെ കാര്യം നോക്കാൻ മറന്നുപോയ സ്ത്രീയെ അറിയില്ലേ? അവർക്ക് മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ.